അരമനയിലെ ആഭാസനു വേണ്ടി ലൈംഗിക തൊഴിലാളികളുമായി വിശ്വാസികളുടെ പദയാത്ര. ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കലിലെ മെനകെട്ട അരമനയും പൂച്ചാണ്ടി വേഷവും വ്യഭിചാരത്തിനും അസന്മാർഗിക ജീവിതത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന നിക്കോദിമോസ് എന്ന ആഭാസനെ സംരക്ഷിക്കുന്ന കഞ്ഞിക്കുഴി മൂപ്പൻ വാഴൂർ മത്തായിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ജൂൺ 15-ാം തീയതി നിക്കോദിമോസിന്റെ നാറിയ മെനകെട്ട അരമനയിലേക്ക് പദയാത്ര നടത്തുന്നു. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഇപ്രകാരം ഒരു പദയാത്ര. ബോംബെ ചുവന്ന തെരുവിൽ നിന്നും 101 ലൈംഗിക തൊഴിലാളികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുല്ലപ്പൂവും ചൂടിച്ച് മെത്രാന്റെ അരമനയിൽ എത്തിക്കും. 48 മണിക്കൂർ മെത്രാന് ഇവരുമായി കൂതാശ നടത്തുവാൻ അവസരമൊരുക്കി കൊടുക്കും. അയ്യോ എനിക്ക് മതിയായേ എന്ന് മെത്രാൻ വിളിക്കുമ്പോൾ മാത്രമേ കൂതാശകൾ അവസാനിക്കുകയുള്ളൂ. കൊട്ടത്തേങ്ങാപ്പരുവുമായിട്ടും അംശവടി കൂർപ്പിച്ചു കൊണ്ടോടി നടക്കുന്ന മെത്രാന്റെ നാറിയ കഥകൾ പുറത്തു വരുന്ന സ്ഥിതിക്കാണ് വിശ്വാസികളുടെ ഈ അറ്റകൈ പ്രയോഗം നടത്തുവാൻ പോകുന്നത്. ഗോവയിൽ നിന്നും വരെ സ്ത്രീകളെ മെത്രാന് കൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന് പെണ്ണുകേസിൽ പിടിക്കപ്പെട്ട ബിനു കത്തനാർ ഞങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ബാറിൽ സപ്ലറായി നിന്നവരെയാണ് മെത്രാൻ പിടിച്ച് ഡേറപ്പട്ടക്കാരനാക്കിയത്. ചുവന്ന തെരുവിലെ സുന്ദരിമാരോടൊപ്പം 48 മണിക്കൂർ എന്ന കലാപരിപാടിക്ക് ശേഷം മേലിൽ കാലൻ കൊണ്ടുപോകുന്നത് വരെ സ്ത്രീകളുടെ അടുത്തു പോലും പോകില്ല എന്ന് 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി മെത്രാനെ കൊണ്ട് അഫിഡവിറ്റ് ഒപ്പിട്ട് മേടിക്കും. അതിൻ്റെ ഒറിജിനൽ കോപ്പി ലാമിനേറ്റ് ചെയ്ത് മെത്രാന്റെ നെഞ്ചത്ത് കെട്ടിത്തൂക്കാനും ആവശ്യപ്പെടും. കുശിനിക്കാരി എന്നോ ഒട്ടത്തി എന്നോ കൊട്ടത്തേങ്ങാപ്പരുവമെന്നോ നോട്ടമില്ലാതെ മെത്രാൻ നടത്തുന്ന വെടിവഴിപാടുകൾ ഭദ്രാസനത്തിലെങ്ങും പാട്ടാണ്. നിക്കോദിമോസിനെതിരെ ഞങ്ങൾ ഇന്നലെ കൊടുത്ത മാതിരിയുള്ള പരാതികൾ കേട്ടും വായിച്ചും സായുജ്യമടഞ്ഞിരിക്കുകയാണ് വാഴൂർ മത്തായിയുടെ പ്രധാന ഹോബി. സഭയിലെ ഇത്തരം ആവാസന്മാർ ചേർന്ന് കുലുക്കിക്കുത്ത് നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ട് മത്തായിക്ക് ഇവന്മാർക്കെതിരെ യാതൊരു നടപടിയും എടുക്കുവാൻ ശേഷിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിശ്വാസികൾ ഇത്തരം ഇന്നോവേറ്റീവ് പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുന്നത്. ബോംബെയിൽ നിന്നും ട്രെയിനിൽ ഒരു സ്പെഷ്യൽ ബോഗി ബുക്ക് ചെയ്താണ് ലൈംഗിക തൊഴിലാളികളെ റാന്നിയിലേക്ക് കൊണ്ടുവരുന്നത്. റാന്നി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും സെയിൻറ് തോമസ് അരമനയിലേക്കാണ് ലൈംഗിക തൊഴിലാളികളുമായുള്ള പദയാത്ര പോകുന്നത്. അന്ന് ഉറക്ക വിളിക്കുവാൻ പറ്റിയ നല്ല ഗുമ്മുള്ള മുദ്രാവാക്യങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഓർത്തഡോക്സ് സഭാംഗവും റാന്നി സ്വദേശിയുമായ എലീശയുടെ വാക്കുകൾ കേൾക്കുക. മലങ്കര സഭയിലെ ധാരാളം പട്ടക്കാരും മേൽപ്പട്ടക്കാരും ഒക്കെ ഉണ്ട്. സഭയാണെന്ന് പറയുന്നു, മലങ്കരയാണെന്ന് പറയുന്നു. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ സഭ വ്യാഖ്യാനിക്കുന്നത് സ്തുതി യുവാപ്പെട്ട ഏക സഭയെന്ന. ഈ സ്തുതി യുവാപ്പെട്ട സഭയിൽ സാധാരണക്കാരനോ ബുദ്ധിഹീനനോ ബുദ്ധിയില്ലാത്തവനോ സമനില തെറ്റിയവനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാം. എന്നാൽ അറിവുണ്ടെന്ന് നടിക്കുന്നവര്, കാശ് കൊടുത്താന്നേലും ഡോക്ടറേറ്റ് വാങ്ങിയവര്, സഭയുടെ പരമോന്നത സ്ഥാനങ്ങളിൽ പങ്കുവഹിക്കുന്നവര്, ഇവരൊക്കെ വഹിക്കാൻ വയ്യാത്ത തിന്മകളും തെറ്റുകളും ചെയ്താൽ ഇതിനെ ചോദിക്കാൻ ആരുണ്ടെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ പറയുന്നത് ഉന്നതിന് മുകളിൽ ഉന്നതനും എന്ന് പറഞ്ഞാൽ ഒരു മെത്രാന് മുകളിൽ കാതോലിക്കായും ഉന്നതിന് മുകളിൽ ഉന്നതനും അതിനു മുകളിൽ അത്യുന്നതനും വ്യാപരിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? അത്യുന്നതനായ ദൈവം ഇത് കാണുന്നുണ്ട്. ഇത് ചോദിക്കാതിരിക്കുകയില്ല, യാതൊരു സംശയമില്ല. എന്നാൽ ഇത് കണ്ടിട്ട് മനം തിരിയുന്നില്ലെങ്കിൽ, യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ, സഹപ്രവർത്തകർ നമ്മൾ 3 പേര് പോകുമ്പോൾ 2 പേർക്ക് വെടിയേറ്റിട്ടും 3-ാമൻ ഇവിടെ നോക്കി നിൽക്കുകയാണ് അടുത്ത വെടിക്ക് വേണ്ടി. എന്നാൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ, പിന്തിരിയാതെ, മാനസാന്തരപ്പെടാതെ, അനുദവിക്കാതെ വീണ്ടും അവിടെ ഒന്ന് വെടികൊള്ളുന്നെങ്കിൽ ഇവരുടെ ഡോക്ടറേറ്റിന്റെ വിശേഷം എന്തുവാ? ഇവനെയൊക്കെ ബൈബിൾ പഠിപ്പിച്ചത് ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെമിനാരി പാട്ടിന്റെ ട്യൂണ് പഠിപ്പിച്ചിട്ടുണ്ട്. കുമ്പസാരിക്കുക, പെൺപിള്ളാരെ ഇരുത്തന്റെ വിധങ്ങളെ കുറിച്ച് വരെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾ ഇതുപോലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ വേദശാസ്ത്രം, ദൈവത്തിന്റെ ശാസ്ത്രം, ദൈവത്തിന്റെ മണവാട്ടി സഭയിൽ ദൈവത്തിന്റെ ശാസ്ത്രം ഇവരെ പഠിപ്പിച്ചത് ആരാണ്? എന്തുവാണ് പഠിപ്പിച്ചത്? ഇവരെന്താണ് പഠിക്കാത്തത് എന്ന് ഈ കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ അപമാനിക്കാനോ പരിഹസിക്കാനോ വേണ്ടി പറയുന്നതല്ല. ഈ അടുത്ത ദിവസം ഒരു സ്ത്രീയുടെ
ദുഃഖവിലാപം നമ്മൾ ഈ IT വാർത്തയിൽ കൂടെ കേട്ടു. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സുറിയാനിക്കാരിയായ ഒരു സ്ത്രീ അവരുടെ സങ്കടം ഇങ്ങനെ പൊതുസമക്ഷം പറയത്തില്ല. ശ്വാസം മുട്ടിയപ്പോൾ മുട്ടിയപ്പോൾ തിരിഞ്ഞു കടിക്കുന്നു പറഞ്ഞാൽ തിരിഞ്ഞു കടിച്ചതാണത്. അതും അവരുടെ അടുത്ത ഒരു സ്നേഹിതനോട് പറഞ്ഞ സ്നേഹിതനെ അറിയിക്കേണ്ട സ്ഥാനത്തൊക്കെയും അറിയിച്ചു. യാതൊരു നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ ഇത് പുറത്തുപോയി. പുറത്ത് വിവരം വിടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെയാണ് മുമ്പ് ഒരു മല്ലപ്പള്ളിക്കാരി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച 3-4 വൈദികർ അവരുടെ ഭർത്താവ് അറിയിക്കേണ്ട അടുത്ത് അറിയിച്ചിട്ട് നടപടിക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഒരു നടപടിയും എടുക്കാഞ്ഞപ്പോൾ അതിൽ കോടതിയെ സമീപിക്കേണ്ടി വന്നു. മലയാള മനോരമ പേപ്പർ 4 ഹെഡിങ്ങിൽ വ്യക്തമായിട്ട് എഴുതി, എന്റെ 16ാമത്തെ വയസ്സിൽ ഇന്ന പുരോഹിതൻ കുമ്പസാരിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്നെ പ്രലോഭിച്ച് നിർബന്ധിച്ച് സമ്മതിപ്പിച്ച് എന്നെ മാനഭംഗപ്പെടുത്തി. അതിനുശേഷം അയാൾ വേറൊത്തിനോട് പറഞ്ഞ് ഇങ്ങനെ 4-6 പേരെന്നെ ഉപദ്രവിച്ചു എന്നുള്ളത് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. ഞാൻ എന്നെ കേൾക്കുന്നവരെ ഞാൻ ഓർക്കുന്നു, ഈ ശപിക്കപ്പെട്ട സമൂഹം, ഇവര് നിമിത്തം ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ നശിക്കുന്നുണ്ടെന്നെന്താ ചിന്തിക്കാത്ത? ഇതര സഭകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമേ. പറയുമ്പോൾ പുരോഹിതൻ എന്നാ പറയുന്നത്. ഏത് പുരോഹിതൻ എന്ന് പറയുന്നില്ല, ഏത് മെത്രാനെന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ ക്രൈസ്തവ സഭകളെയും ഇത് ബാധിക്കും എന്ന് ഓർത്ത് നിങ്ങളെങ്കിലും ഇവരെ ഉപദേശിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നത് ഓർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് ഡോക്ടർ S. രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു ക്രിസ്മസ് രാത്രിയിൽ ഡൽഹിയിലുണ്ടായിരുന്ന കുറച്ച് കോളേജ് കുട്ടികളെ വിളിപ്പിച്ചു, പാർട്ടി നടത്താനായിട്ട് വിളിച്ചു, ഒരു ചായ സൽക്കാരത്തിന് വിളിച്ചു. എന്നിട്ട് ചായ സൽക്കാരം തുടക്കുന്നതിന് മുമ്പ് ഈ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന ഒരു ക്രിസ്മസ് ഗാനം പാടാൻ പറഞ്ഞു. ഒരൊറ്റ കുഞ്ഞും പാടിയില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് 2 പാട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് പാടി കേൾപ്പിച്ചു. അതിനുശേഷം ഡോക്ടർ രാധാകൃഷ്ണൻ ഈ ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടികളോട് കുറെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു വാചകം, എന്നെ കേൾക്കുന്നവരെ മരിക്കുന്നവരെ ഇത് മറക്കരുത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റാണ്, അദ്ദേഹം പറഞ്ഞത്, ക്രിസ്തു ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഭാഗ്യവാൻ. ക്രിസ്തു ഒരു പ്രവാചകനെന്നല്ല, ഒരു സുവിശേഷകനെന്നല്ല, ഒരു ദൈവപുത്രനെന്നല്ല, സാക്ഷാൽ ദൈവമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ഭാഗ്യവാൻ. എന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാകാഞ്ഞതുകൊണ്ട് അതിനേക്കാൾ ഭാഗ്യവാൻ. ഇത് കേട്ടിട്ട് മനം തിരിയാത്ത ഒരു സമൂഹം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിയെ എന്തുവാ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയെ ആക്ഷേപിക്കുന്നു എന്ന് കരുതരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞവനാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഇല്ല, അതുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഇല്ല. തോമസ് അപ്പോസ്തലൻ പോക്കറ്റിൽ ആരും ഒന്നും ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്ത്യയിൽ പിന്നെ ആരുണ്ടെന്ന് ചോദിച്ചാൽ കത്തോലിക്കരുണ്ട്, മർത്തോമാക്കാരുണ്ട്, യാക്കോബക്കാരുണ്ട്, അന്ത്യോക്യ വിശ്വാസികളുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പെന്തിക്കോസ്തുകാരുണ്ട്, CMSകാരുണ്ട്, ബിലീവേഴ്സ് ഉണ്ട്, എട്ടുകാലികളെല്ലാം ഉണ്ട്. ഈ ചേമ്പൂച്ചേ നായി നൊസൺ എല്ലാവരും ഇതിനകത്തുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ക്രിസ്ത്യാനി ഇല്ല. അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാകാഞ്ഞതുകൊണ്ട് മഹാഭാഗ്യവാൻ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. ക്രൈസ്തവ സമൂഹമേ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഒരു മെത്രാപ്പോലിത്തയാണ് ഇയാളെ കുറിച്ച് ഇതിന് ഇവിടെ വന്ന കാലം മുതൽ പരാതി ചെല്ലുന്നുണ്ട്. കാതോലിക്കറ്റിലെ അറിയിക്കേണ്ട സ്ഥലത്ത് സുനോദോസ് എന്നൊക്കെ പറയുന്നതിന്റെ ഞാൻ വല്ലതൊക്കെ പറഞ്ഞ ആദ്യമായി പോവും. പിന്നെ പരാതികൾ ചെല്ലുന്നുണ്ട്, മാധ്യമങ്ങളിൽ കൂടെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞായിരുന്നു, 16,000 രൂപ ശമ്പളം പറ്റുന്ന ഒരു കുശിനിക്കാരനോടുള്ളപ്പോൾ പിന്നെ തമിഴ്നാട്ടുകാരി ഒരു സ്ത്രീയെ വിളിച്ച് ഇവിടെ കുശിനിക്ക് നിർത്തി. അവൾക്ക് മാനസാന്തരം കൊടുക്കാതെ അവളെ മേരി എന്ന് പേരിട്ട് മാമോദിസ മുക്കി കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു വീടും പണിയിച്ചു കൊടുത്തു. ഈ വീട്ടിൽ കിടക്കാൻ ഇവരാരും സമ്മതിച്ചിട്ടില്ല. അവർ അരമനയെ കിടക്കണമായിരുന്നു. ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അനേകം കിഴക്കനേറിയയിലെ ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിലെ കൊച്ചു കുട്ടികളൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോൾ ചില മുദ്രാവാക്യം വിളിച്ചോണ്ടാ പോകുന്നത്. അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന പാട്ട് അതിങ്ങനെയാണ്: നീക്കോദീമോസിന് അരമനയിൽ എങ്ങനെ വന്നീ അരമന മേരി, അരമന മേരി 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 നേതാവേ ധീരതയോടെ നിന്നോളൂ, ലക്ഷം ലക്ഷം നീക്കോദീമോസ്മാർ പിന്നാലെ.
അത് പിന്നെ പിള്ളേരെ ഏറ്റു ചൊല്ലുകയാണ്. വീണ്ടും വീണ്ടും അവർ ചൊല്ലുന്നുണ്ട്, നിക്കോദീമോസിൻ അരമനയിൽ എങ്ങനെ വന്നീ അരമന മേരി. ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവള് പമ്പയാറ്റിൽ എടുത്ത് ചാടിയതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങള്. 18-കാരി ഒരു പെണ്ണ്, ഇടവയപ്പെട്ട ഒരു പെണ്ണാണ്. അവൾക്ക് 18-ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ കേക്ക് മുറിക്കണമെന്ന് അവൾക്കൊരാഗ്രഹം. എന്റെ മെത്രാച്ചൻ തന്നെ എന്റെ കേക്ക് മുറിക്കണമെന്ന്. അതിന് ഈ അരമന, അതിന് പേരിട്ടിരിക്കുന്ന സെന്റ് തോമസ് അരമന എന്ന, ഇവിടെ വന്ന് കേക്ക് മുറിച്ചു. എന്നെ പോലുള്ള ചില ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും വ്യാജമായിട്ട് വരുന്നുണ്ട്. ഈ മെത്രാച്ചന് ആരും അറിയാതെ, ഡ്രൈവറെ പോലും കൂട്ടാതെ ആ വീട്ടിൽ ഒരാഴ്ച 2-3 പ്രാവശ്യം പോകാറുണ്ടെന്ന്. പുരുഷനില്ലാത്ത വീടാ, പോകാറുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പറ, ഇവിടുന്ന് ആ ദേശക്കാരെ അയൽവാസികളെ കൊണ്ട് ഞാൻ സാക്ഷ്യം പറയിപ്പിക്കാം. ഇങ്ങനൊരു മെത്രാച്ചനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിയാവപ്പെട്ട സഭയാണോ ഇതെന്ന് ഈ സുനോദോസ് എന്ന് തീരുമാനിച്ച ഒരു വാർത്ത ഇതിനെ കുറിച്ച് പുറത്തു വരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംസാരം നിർത്തിക്കോളാമായിരുന്നു. ഇല്ലെങ്കിൽ മരിക്കുന്നത് വരെയും പറയും, പരിവർത്തനം വരുന്നത് വരെയും പറയും, അടിച്ചേലേ പോകുന്നില്ലേ അടിക്കും. എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് സുനോദോസിനോട് ഒരു അപേക്ഷയുണ്ട്. നാളെ സുനോദോസ് കൂടുന്നുണ്ടല്ലോ. ഒരു തൃപ്പാദം ചുംബിച്ച് തൃക്കൈ മുത്തി ഒരു അപേക്ഷ എനിക്കുണ്ട്. ഇനി മെത്രാന്മാരെ എടുക്കുമ്പോൾ വിവാഹം കഴിച്ച മെത്രാന്മാരെ എടുക്കണം. ഇത്തിരി ഷണ്ണന്മാരെ എടുക്കരുത്, വിവാഹം കഴിച്ച മെത്രാന്മാരെ എടുക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പരിശുദ്ധ കാതോലിക്കാന്നൊക്കെയാ പറയുന്നത്. ഞാൻ അങ്ങനൊന്നും പറയുന്നില്ലെങ്കിലും കാതോലിക്ക ബാബയുടെ അറിവിലേക്ക് പറയുന്നു, വിവാഹം കഴിച്ച മെത്രാനെ എടുക്കണം. കാരണം സ്വർഗം വിവാഹം വിലക്കിയിട്ടില്ല. ഒരു ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആർക്കും വിവാഹം വിലക്കിയിട്ടില്ല. അതുപോലെ തന്നെ നൊയമ്പുകാലത്ത് ചില ഭക്ഷണം വിലക്കുന്നുണ്ടല്ലോ. ദൈവം ഒരു ഭക്ഷണവും വിലക്കുന്നില്ല. ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കാമെന്ന്. എന്നാൽ വിലക്കുന്ന ഇതേ ഉള്ളൂ. ന്യായപ്രമാണത്തിൽ ചില ശുദ്ധിയില്ലാത്ത മൃഗങ്ങളും ശുദ്ധിയില്ലാത്ത മത്സ്യത്തെ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. മറ്റേത് ഭക്ഷണവും കഴിക്കാം. വിവാഹം കഴിക്കുന്നത് മെത്രാന്മാരെ, വിവാഹം കഴിച്ച മെത്രാന്മാരെ തെരഞ്ഞെടുക്കണം. അതിന്റെ കാരണം ഞാൻ പറയുന്നത്, തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പും ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനായാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർമോഹിയും അരുത്. അതിഥിപ്രിയനും സൽക്കാരപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും സത്യോപദേശത്തിൽ പ്രബോധിപ്പിക്കുവാനും വിരോധികളെ ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. നിക്കോദീമോസിനെ ഇനിയുമാണെങ്കിൽ വിവാഹം കഴിപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, വിവാഹം ദൈവം വിലക്കിയിട്ടില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂപ്പൻ എന്ന, ആരെങ്കിലും ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് മൂപ്പൻ എന്ന് പറയുന്ന മെത്രാനെ കുറിച്ചല്ലെന്ന് തർക്കം വരരുത്. കത്തോലിക്കരുടെ ബൈബിളിൽ ഇതേ ഭാഗത്ത് മൂപ്പൻ എന്ന് എഴുതിച്ച് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് മെത്രാൻ എന്ന്. പഴയ കാലങ്ങളിൽ എപ്പിസ്കോപ്പായ മൂപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എപ്പിസ്കോപ്പ എന്ന് പറയുന്നത് മെത്രാൻ, മൂപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മൂപ്പൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, കുറ്റമില്ലാത്ത മക്കളുള്ളവനായിരിക്കണം, നിർബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിക്കോദീമോസിനെ ഇനിയുമാണെങ്കിലും വിവാഹം കഴിക്കാൻ അനുവദിക്കണം സഭ. സഭയുടെ ദുഷ്ടവിചാരങ്ങൾ മാറ്റിക്കളയണം. പണ്ടെങ്ങാണ്ടൊക്കെ കഞ്ചാവടിക്കുന്ന സന്യാസിമാരിരുന്നിട്ട് ഓരോരോ ദുഷ്ടലാക്കോടുകൂടി സാത്താനോട് ചേർന്ന് ഓരോ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനായാൽ പിന്നെ കല്യാണം കഴിക്കരുത്, കാരണം അച്ഛനായാൽ പിന്നെ കാണുന്നെല്ലാം മക്കളായിപ്പോയി, മക്കളെ കെട്ടരുത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ദുഷ്ടവിചാരങ്ങളാ സഹോദരങ്ങളെ. അച്ഛനായാൽ വിവാഹം കഴിക്കരുത്. മൈലപ്രാറമ്പാച്ചന്റെ അപ്പൻ 4 കല്യാണം കഴിച്ച 3 അംഗീകരിക്കരുത്, 1 ഡ്യൂപ്ലിക്കേറ്റ്, 4 കല്യാണം കഴിച്ചതാണ് ഈ സഭയിൽ നടത്തി കൊടുക്കാൻ. ഞാൻ അദ്ദേഹം മറ്റൊരു സഭയിൽ പോകേണ്ടി വന്നു. വിവാഹം എത്ര വേണേലും മരിച്ചെങ്കിൽ കെട്ടാം, ജീവിച്ചിരിക്കുമ്പോൾ കെട്ടരുന്ന് മാത്രമേ ഉള്ളൂ. മരിക്കുകയാണെങ്കിൽ എത്ര വേണേലും കെട്ടാം, ചെലവിന് കൊടുക്കാൻ മാർഗം ഉണ്ടെങ്കിൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നിക്കോദീമോസിനെ മാത്രമായിട്ട് ഞാൻ പറയല്ല. ബെഥനിയിൽ ഒരു വട്ടുപിടിച്ചൊരെണ്ണം കിടക്കുന്നു, അവനും എപ്പിസ്കോപ്പായാണ്, മൂപ്പനാണ്. അവനും ഇതേ പാപം ചെയ്ത് ദൈവകോപം വന്നിട്ട് ദുരാത്മാവിനെ ദൈവം അയച്ചു. യഹോവയുടെ ശൗൽ രാജാവിലേക്ക് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശൗൽ രാജാവ് ഇതുപോലെ അഭിഷേകം പ്രാപിച്ചവനാ.
ആ ശൗൽ രാജാവ് തിന്മ ചെയ്തപ്പോൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ ദുരാത്മാവ് വന്നവനെ ബാധിച്ചു. ഇനി ഇതുപോലെ പിന്നെ ഉള്ളതല്ലാതെ വേറെ പല രീതിയിൽ ദുരാത്മാവ് ബാധിച്ച പലരും ഈ സഭയിൽ മേൽപ്പെട്ട സ്ഥാനത്തുണ്ട്. ഇവരെ തിരിച്ചെടുക്കാൻ ഒരു വഴിയും ഞാൻ പറഞ്ഞു തരാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഭയെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന്റെ രക്തത്തോട് കൂറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണമേ, ഇതിന് പ്രചോദനം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതിനെ തിരിച്ചറിയാൻ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. അവനോട് ചോദിച്ചാൽ അവൻ വിരൽ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് പ്രവാചകനില്ല, പുതിയ നിയമത്തിൽ പ്രവാചകനില്ല, ക്ലോസ് നിർത്തി, ആ തസ്തിക ഇപ്പൊ ഇല്ല. അതിന് പകരം യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് പിതാവിൽ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞ കാര്യത്തിനെ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധം വരുത്തി തരും. അവൻ സകല സത്യം എന്നേക്കും നിങ്ങളോടി അവൻ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. ഈ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അവൻ ചുരൽ ചൂണ്ടിത്തരും. ഇവൻ തെറ്റുകാരനാണ്, ഇവൻ പകൽമാന്യനായിട്ട് പള്ളി വരുമ്പോൾ കുരിശ് കയ്യിലുണ്ടെങ്കിലും രാത്രിയിൽ മറ്റു ചില സാധനങ്ങളാണ് ഇവന്റെ കയ്യിലുള്ളതെന്ന് കാണിച്ചു തരും. അതുകൊണ്ട് സ്തുതിയുവാപ്പെട്ട സഭയെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ ചാണകം വാരി തെരുവിലെറിയുമെന്നുള്ളൊരു സംശയമില്ല. മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളെ കൂടെ അപമാനിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുത്തൻ താൻ ചെയ്തിടും പാപകർമ്മം നിരക്കെയുള്ള മനുഷ്യർക്കൊക്കെ തട്ടുമെന്നാണ് പ്രമാണം പറയുന്നത്. മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും, കല്ലിന് കൊണ്ട് സൗകര്യപ്പെടും. ഈ തിന്മപ്പെട്ടവന്റെ അടുത്ത് കിടക്കുന്നവനും തിന്മപ്പെട്ടവനാകും. അതുകൊണ്ട് മുൻ ചരിത്രങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടുത്തിരിക്കുന്ന തുണി പറഞ്ഞു പോകും. അതുപോലെ ദുഷ്ടപ്രവർത്തികള് പല മുൻ പിതാക്കന്മാരും ചെയ്തിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണ് ഈ കോടതിയിൽ നിന്ന് കേസിറങ്ങാത്തത്. ഒരു ജഡ്ജി ഒന്നും വിധിച്ചാൽ നോക്കില്ല. സ്വർഗം ഈ കേസ് ഏറ്റെടുത്ത് വിരുമനെയെല്ലാം വാളിന് വെട്ടിക്കളയണം. ദുഃഖവെള്ളിയാഴ്ച ചൊല്ലുന്ന പോലെ അസൂറിയാക്കാരുടെ 10,000 തലകളെ വീഴ്ത്തിയവനായി മിഖായേലേ, നിന്റെ വൈരാഗ്യമുള്ള വാള്, ഈ വാള് കൊണ്ട് ഇവനെയെല്ലാം അറിഞ്ഞു കളയണം. ഇവര് പറയുന്ന സ്വർഗത്തിന്റെ പ്രതിനിധിയാണ്, സ്വർഗത്തിന്റെ റെപ്രസെന്റേറ്റീവാണ്, യേശു എന്നെ അയച്ചതാണ്, യേശുവിന്റെ നൽവരം ഞങ്ങളുടെ മേലുണ്ട്, യേശു കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അതുപോലെ അങ്ങ് വിശ്വസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഓർത്തോണ്, ഞാനും വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. ഈ പരീക്ഷകളുടെയൊക്കെ കൂടെ ഞാൻ അരമനയിലും ദയറാകളിലൊക്കെ കുറെ നാൾ താമസിച്ചു. അന്നേരമായി എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യന് 3 സ്വഭാവം ഉണ്ടെന്നും ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അടിമനസ്സ് എന്നുള്ളതുണ്ടെന്നും ഇവൻ ഈ പകൽ കാണിക്കുന്ന സ്വഭാവമല്ല രാത്രിയിലുള്ളതെന്നും രാത്രിയിലുള്ള സ്വഭാവമല്ല ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ളതെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരിക്കുന്നു, ഇതുപോലെ കുരിശിട്ടൊരു ദയറാക്കാരൻ ചവിട്ടിയ മണ്ണേ ചവിട്ടി ഒരു കുരിശ് വരച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. കുറെ നാൾ ഇവിടെ താമസിച്ചു വെച്ചു. എന്റെ ദൈവമേ, പന്നികളുടെ കൂട്ടത്തിൽ എന്നെ വിട്ടാലും ഈ പരീക്ഷകളുടെ കൂട്ടത്തിൽ വരരുതേ. ഞാനിപ്പോ ഏകനായി താമസിക്കുന്നു. ഞാൻ എന്നെ പ്രസംഗിക്കാനല്ല, ഞാൻ വിശദീകരണം പറഞ്ഞതേ ഉള്ളൂ. ഇവരുടെ കൂടെ ഒരു ദിവസം സംസാരിച്ചെങ്കിൽ മാത്രമേ. ഇന്ന് ഞാനൊരു യൗവനക്കാരന് പറഞ്ഞു, പള്ളിയോടും പട്ടക്കാരോടും അടുക്കരുത്, ഫാർ അവേ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് പള്ളിയിൽ പോകരുതെന്നല്ല പറഞ്ഞത്. പള്ളിയിൽ പോയി അധികാരം ഭരിക്കാനും മറ്റേനും മറിച്ചേനും ഒന്നും പോകരുത്. പട്ടക്കാരനെ വഴി കണ്ടാൽ സംസാരിച്ചു പോയാൽ കുമ്പസാരിക്കണം. കാരണം കൂടെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ സംഗതി പോക്കാണ്, അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്നെ കേൾക്കുന്നവരെ ഞാൻ ആവശ്യപ്പെടുന്നു, ഈ നീക്കോദ്യമൂസന് ഇനിയുമാണെങ്കിലും കല്യാണം കഴിക്കാൻ പ്രമാണമുണ്ട്. മെത്രാങ്കിൽ കല്യാണം കഴിക്കരുതെന്നില്ല, പുരോഹിതനായാലും കല്യാണം കഴിക്കാം. അവന് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കാം. കിടക്ക നിർമ്മലമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പലതിനെ തപ്പി പൗലോസപ്പോസ്തലൻ പറയുന്നു, പൗലോസപ്പോസ്തലൻ അധ്യായം നമ്പർ ഞാനങ്ങ് മറന്നുപോയി. പൗലോസപ്പോസ്തലൻ പറയുന്നു, എനിക്കും ബർന്നബാസിനും കേഫാവിനെ പോലെ ഭാര്യയായ സഹോദരിയെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയത്തില്ലേ എന്ന് ചോദിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, വീഞ്ഞു കുടിക്കാതെയും സ്ത്രീയെ തൊടാതെ ഇരിക്കുന്നത് ഭാഗ്യം. പക്ഷെ അങ്ങനെയുള്ളവൻ നടന്ന് ഉഴലുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായിട്ട് പോയി കല്യാണം കഴിക്കാനാ പറഞ്ഞിരിക്കുന്ന പൗലോസ്ലീഹ ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഭൂമിയിൽ വെച്ച യേശു ക്രിസ്തുവിന് ലഭിച്ചതിൽ കൂടുതൽ വെളിപ്പാടുകൾ ലഭിച്ചതാണ് പൗലോസ്ലീഹയ്ക്ക്. പൗലോസ് പറഞ്ഞിരിക്കുന്ന മനുഷ്യ ശബ്ദമല്ല, മനുഷ്യബുദ്ധിയല്ല പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം അവന്റെ നാവെ കൊടുത്താണ് പറഞ്ഞിരിക്കുന്നത്. നടന്നുഴലുന്നതിനേക്കാൾ നല്ലത് 18-കാരിയുടെ
18-ാം വയസ്സിൽ കയറി കേക്ക് മുറിക്കാൻ നടന്ന ആ കൈ കൊണ്ടാണ് ഞായറാഴ്ച പാറേക്കാദിശി വലിയത്. ഇങ്ങനെ കേക്ക് മുറിക്കാതെ നീ അന്തസ്സായിട്ടൊരു പെണ്ണിനെ കൂടെ നിർത്ത്. ദൈവമാനിയിൽ നിനക്ക് തുണയായി തന്നതാ, ദൈവം സൃഷ്ടിച്ചതാ, സാത്താന്റെ സൃഷ്ടിയല്ല. നിനക്കിത് ആവശ്യമുണ്ടെങ്കിൽ, എന്ന ആവശ്യമില്ലാത്തവരുണ്ട്. കരം വരം ലഭിച്ചവർ കൊണ്ട് പരിശുദ്ധനായ അന്തോനിയോസും ബർന്നബാസും ഇങ്ങനെ അനേക വിശുദ്ധന്മാർക്ക് ഇതിന് വരം ലഭിച്ചു. അവർക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ കഴിയും. ഈ കൂട്ടത്തിൽ വിഷയം വെട്ടിയാണെന്ന് പറഞ്ഞു പോവാ സഹോദരങ്ങളെ. പരിമല കൊച്ചൊരുമേനയുടെ പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഭക്തനായെന്ന് തന്നെ ചിന്തിക്കേണ്ട. അദ്ദേഹത്തിന്റെ വ്രതശുദ്ധിയോടുകൂടിയ പ്രാർത്ഥനയാണ് വിജയിച്ചത്. വലിയ പ്രാർത്ഥനയൊന്നുമില്ലെങ്കിലും പ്രവൃത്തി മണ്ഡലങ്ങളിലായിരുന്നെങ്കിലും മദർ തെരേസ ലോകത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കുന്നത് അവരുടെ ജീവിത വിശുദ്ധിയാണ്. ഇതുപോലെ ഇനി ഒരുപാട് പറയാനുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല സഹോദരങ്ങളെ. ഇതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കണമേ. ഈ മന്ദബുദ്ധികൾക്ക് മെത്രാൻ പറഞ്ഞു നടക്കുക. കാരണം ഇവരുടെ ഏറ്റവും വലിയ ശാപം ഇവരുടെ തലയെ തുണിയിട്ടിരിക്കുന്നതാ. തലയെ തുണിയിടുന്നവൻ, പുരുഷൻ തലയെ തുണിയിട്ടാൽ അവന്റെ തലയെ അപമാനിക്കുമെന്ന് പൗലോസ് പറയുന്നു. സ്ത്രീ തലയെ തുണി ഇട്ടില്ലെങ്കിൽ അവളവിടെ തലയെ അപമാനിക്കുന്നു. അവിടെ തല പുരുഷന്റെ തല ദൈവം, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ തല ദൈവം. അതുകൊണ്ട് ഈ കീറ്റത്തുണി കിടക്കുന്നതാണ് ഇവർക്ക് ഈ ബുദ്ധിയില്ലാതെ പോകുന്നത്. ഇവർ പന്നിയെ പോലെ, മൃഗത്തെ പോലെ നികൃഷ്ടന്മാരായി പോകുന്നത് ഈ കീറ്റത്തുണിയുടെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നതാണ്. അവന്റെ കൽപ്പനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പനയ്ക്കല്ല. അതുകൊണ്ട് ഈ സ്വർഗത്തിൽ നിന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മുകളിൽ ഉന്നതനും അതിന് മുകളിൽ അത്യുന്നതനും വ്യാപരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഞാനത് ദീർഘിപ്പിക്കില്ല, ഞാൻ തെളിവൂടെ പറഞ്ഞു തരാം. ഓർത്തഡോക്സ് സ്തുതിയാകപ്പെട്ട സഭയെ എന്തുകൊണ്ട് ബെറോണായി വന്ന മെത്രാച്ചൻ അരമനെ കയറാതെ എറണാകുളത്ത് വെച്ച് തെന്നി താഴെ വീണത് എന്തുകൊണ്ട്? ഏതോ കിഴക്കൻ ദേശത്തു നിന്ന് അമേരിക്കയിലേക്ക് പറന്നു പോകുമ്പോൾ ആകാശത്തിന് ഭൂമിക്കും മധ്യേ വെടി തീർന്ന ലണ്ടനിൽ കാത്തിറക്കി ഇപ്പൊ കൊണ്ട് ദേവലോകത്ത് കുഴിച്ചു വെച്ചിരിക്കുന്ന വേറൊരു മെത്രാനെ, മറ്റൊരു മെത്രാൻ ഇതാ KK റോഡിൽ, ഞാൻ റാന്നിക്കാരനായോണ്ട് ഞാൻ വേറൊന്നും എടുത്തു പറയുന്നില്ല, KK റോഡ് വഴി, KK റോഡ് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, തിരിച്ചു വന്നിട്ടില്ല. ഇവരൊക്കെയും കുർബാനയ്ക്ക് എല്ലാ ആഴ്ചയിലും ചൊല്ലുന്നതാണ് കുർബാന തക്തായില്. പ്രൊമ്യൂൻ വായിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന നല്ലൊരന്ത്യത്തിന് നീ ഈ ജനത്തെ ഇടയാക്കണമെന്ന്. ജനത്തെ ഇടയാക്കി, പക്ഷേ എന്നെ കൂടെ ഇടയാക്കണമെന്ന് അവർ ചൊല്ലാത്തത് കൊണ്ടായിരിക്കും ഈ അപകടമരണം ഇങ്ങനെ ഭവിക്കുന്നത്. ഇത് ചൊല്ലിയവന് നല്ലൊരന്ത്യം കിട്ടിയിട്ടില്ല. വേറൊരു മെത്രാൻ രാവിലെ കുശിനിക്കാരൻ കാപ്പിയും കൊണ്ടുവന്നപ്പം ചത്തു തറയെ കിടക്കുന്നു. എന്താണിത് സഹോദരങ്ങളെ? കളിക്കരുത്, ദൈവത്തോട് കയറി മത്സരിക്കരുത്. ഞാൻ വൈരാഗ്യ ബുദ്ധിക്ക് പറയുന്നതല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ കൊമ്പ് മേളിലോട്ട് ഉയർത്തരുത്. അപ്പോൾ ഒരിക്കലും ഒരാൾ ചോദിച്ചു, മുകളിലോട്ട് ഉയർത്തിയാൽ എന്നാന്ന് ചോദിച്ചപ്പം അതിന് മറുപടി കിട്ടിയത്, മോളിൽ വല്യപ്പത്തിനിരിപ്പുണ്ട്, പൃഷ്ഠഭാഗത്തിന് കൊമ്പ് കൊള്ളും, നിന്റെ കൊമ്പ് മേളിലോട്ട് ഉയർത്തരുത്. പൃഷ്ഠഭാഗത്തിന് കൊമ്പ് കൊണ്ടാൽ അവിടെ ഇരുന്നിരിപ്പിൽ ഒരു തട്ട് തരും, നീ താഴെ കിടക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ തട്ട് കിട്ടിയതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. കൊമ്പ് മേളിലോട്ട് ഉയർത്തുക. ഞങ്ങളിൽ കവിഞ്ഞാരുമില്ല. തലേ 12 കുരിശ്, കയ്യിൽ കുരിശ്, നെഞ്ചത്ത് കുരിശ്, ചന്തിക്ക് കുരിശ്, പുറത്ത് കുരിശ്, അവിടെ കുരിശ്, ഇവിടെ കുരിശ്, ഇനിയും ഒരു സ്ഥാനത്തൂടെയുള്ള കുരിശ് വരാൻ. കയ്യിലിരിക്കുന്ന കുരിശ് എന്തിനാ കൊണ്ട് നടക്കുന്നതെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും അത് പറഞ്ഞോളാം. എന്നാൽ കൈ മലർത്തുന്ന കാര്യം പറഞ്ഞുകൊള്ളാം. ആകയാൽ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, പുരോഹിതനും മഹാപുരോഹിതനും നിർബന്ധമായിട്ട് വിവാഹം ചെയ്തിരിക്കണം. അന്ത്യകാലമാണിത്. എടുത്ത് കുത്തിയിരിക്കുന്നു. ഇതിനെ വഹിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു വ്രതക്കാരൻ കഴിക്കേണ്ട ഭക്ഷണമല്ല നിങ്ങൾ കഴിക്കുന്നത്. കാട്ടുമുട്ടന്മാരും കാളക്കൂട്ടന്മാരും മൂന്നാറ് മാട്ടുപ്പെട്ടിയിൽ വളർത്തുന്ന മൂരിക്കുട്ടന്മാർ കഴിക്കുന്ന ആഹാരങ്ങളാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ മര്യാദയ്ക്ക് കിടക്കുമോ? ഇവർ കൈക്ക് മുറിക്കണ്ടേ? സാധുക്കളായ ഇടവാംഗങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ട ആ സ്ത്രീ ഇന്നലെ പറഞ്ഞില്ല, ആ സ്ത്രീ പറഞ്ഞൊരു വാക്ക് അമിതമായിട്ട് തന്നെ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു. സഹോദരങ്ങളെ പരിഹസിക്കാൻ പറയല്ല, പാപത്തിന് അവരെ നിർബന്ധിക്കുന്നു. ഒരു മേൽപ്പട്ടക്കാരൻ 12 കുരിശ് തലയെ വരച്ചവൻ, നെഞ്ചത്ത് കിടക്കുന്നവൻ കയ്യിൽ വെച്ചോണ്ട് പാപത്തിന് അവരെ നിർബന്ധിച്ചപ്പോൾ ആ സഹോദരി, സുറിയാനിക്കാരിയായ സഹോദരി പറയുന്നു, തിരുമേനി നോയമ്പുകാലമല്ലേ, നോക്കിക്കേ എവിടെ നിൽക്കുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മെത്രാനിൽ നിൽക്കുന്നു, ഈ സ്ത്രീയിൽ നിൽക്കുന്നു. ചിന്തിച്ചേ,
എന്തോ വിളിക്കുന്നത് തിരുമേനി, മേനി എന്ന് പറഞ്ഞ ശരീരമെന്നാ. അതുകൊണ്ട് ഈ നീക്കോദിമോസിനെ പോലുള്ളവർ ഒരാളിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, വേറെ ഒരുപാട് എണ്ണം ഇതുപോലുള്ളതുണ്ട്. 30-35 ഉള്ളതിൽ 1-2 വിരലിലെണ്ണാനുള്ളതേ ഉള്ളൂ. ഇതിൽ നിന്ന് നിരപരാധി അല്ലാത്ത എല്ലാം ഇതിന് കുറ്റക്കാരാണ്. വീണ്ടും ഒരു കാര്യം കൂടെ സന്ദർഭോചിതമായി ഉപയോഗിക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതാണെന്ന് ശ്രദ്ധിക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. വേദപുസ്തക ശാസ്ത്രത്തിൽ യേശു ക്രിസ്തു പലരോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, നീ എന്നെ അനുഗമിക്ക്, നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്ക്. ഇതൊക്കെയും പറഞ്ഞതിൽ നീക്കോദിമോസിനെ മാത്രം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. എന്തുവാണ് നീക്കോദിമോസിന്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്? അവൻ രാത്രിയിൽ തലേ തുണിയിട്ടുകൊണ്ട് യേശുവിനെ കാണാൻ പോയി. ആ നീക്കോദിമോസ് ഈ തലേ തുണിയിട്ടത് കൊണ്ടാണ് ഈ മെത്രാന്മാരും തലേ തുണി ഇടുന്നതെന്നൊരു പറച്ചിലുണ്ട്. നീക്കോദിമോസ് യേശുവിനെ കാണാൻ തലേ തുണിയിട്ടതിന്റെ മനഃശാസ്ത്രവിധേ ഉള്ളൂ. നീക്കോദിമോസിന്റെ ദൃഷ്ടിയിൽ സന്നിധി സംഘത്തിലെ മെമ്പറാ. യേശു നാടോടിയെ പോലുള്ള ഒരാളാണ്. ഇത്രയും വലിയൊരു VIP ചെറിയ മനുഷ്യനെ കാണാൻ പോകുന്ന നാട്ടുകാരറിഞ്ഞാൽ നീക്കോദിമോസിന് കുറവാ. അതവൻ പകൽ ചെല്ലാഞ്ഞത്. രാത്രി ചെന്നപ്പോഴും ആളറിയാതിരിക്കാൻ തലയെ തുണിയിട്ടു. അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചിന്തിക്കാം, മഞ്ഞ് തലയെ വീഴാതിരിക്കാനായിരിക്കാം. എങ്കിലും തലയെ മൂടിക്കൊണ്ടാ ചെന്നത്. അങ്ങനെ രാത്രി യേശുവുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റാരോടും തന്റെ ഈ ഗിരിപ്രഭാഷണത്തിലും 3.5 വർഷക്കാലത്തെ സുവിശേഷ പ്രവർത്തനത്തിനിടയിൽ യേശു ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് നീക്കോദിമോസോട് പറയുന്നു. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും, ഞാൻ അതിനെ പൊരുളിരിക്കുകയാണ്, നീ ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാനായിട്ടും ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ലേ? നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് നിത്യാഗ്നി വെച്ചിരിക്കുന്നു. നീ എന്തെല്ലാം നന്മ പറഞ്ഞാലും, നീ എന്ത് പ്രസംഗിച്ചാലും, കുരിശെടുത്ത് എത്ര ആംഗ്യം കാണിച്ചാലും, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ഇത് വേറൊരുത്തരോട് യേശു ഇത് പറഞ്ഞില്ല. എന്റെ നീക്കോദിമോസേ, നിന്റെ മാതാപിതാക്കളെങ്കിലും ഇത് കേട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ പ്രവേശിക്കുക. നീ വീണ്ടും ജനിക്കണം. 4 പ്രാവശ്യം MA എഴുതി ജയിക്കാത്ത എന്റെ നീക്കോദിമോസിനെ താങ്കൾക്ക് ആരാം ഈ ഡോക്ടറേറ്റ് തന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എന്ന്? എത്ര രൂപ കൊടുത്ത്? ഞങ്ങളുടെ ചില്ലിക്കാശെല്ലാം കൂടെ സ്വപ്രാഴ്ച പിരിച്ച കാശല്ലേ ഇതിനെടുത്ത് കൊടുത്ത്. അമേരിക്കയിൽ 2 ആഴ്ച താമസിച്ചാൽ ആർക്കും ഇത് കിട്ടും. കമ്പോളത്തിൽ ഇത് അവൈലബിൾ ആണ് സാധനം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ ഡോക്ടറേറ്റ് ഉള്ള മെത്രാന്മാരും എല്ലാം ഓർത്തഡോക്സിൽ ഡോക്ടറേറ്റ് ഇല്ല, മെത്രാന്മാർക്ക് ശമ്പളം കുറവാ. ഡോക്ടറേറ്റ് ഉണ്ട്, നിനക്ക് കഴിയുമോ? ഞാൻ അവയെ ഒന്നാകെ ഞാൻ വിളിച്ചു ചോദിക്കുന്നു. ഡോക്ടറേറ്റ് ഉള്ള സകല പരീക്ഷകളെ ഞാൻ വിളിച്ചു ചോദിക്കുന്നു, നിനക്ക് സ്വർഗത്തിൽ നിന്നൊരു ഡോക്ടറേറ്റ് വാങ്ങാമോ? സ്വർഗത്തിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങി 1-2 പേരുടെ പേര് ഞാൻ സൂചിപ്പിക്കും. ഒത്തിരി പേരുണ്ട്, 1-2 പേരുടെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. മോശയെ കുറിച്ച് യഹോവയായ ദൈവം ഡോക്ടറേറ്റ് കൊടുത്തു. മോശ ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ വിശ്വസ്തൻ. മോശ, എന്റെ ദാസനാകുന്ന മോശ ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ വിശ്വസ്തൻ. ഒന്നുകൂടെ ഞാൻ ഭാഷാന്തരം ചെയ്തു തരാം. 40 വർഷക്കാലം മരുഭൂമിയിൽ ടെന്റിൽ കിടക്കുമ്പോൾ ഏത് കൂടാരത്തിൽ കിടക്കുന്ന പെണ്ണിനെ എന്തുവാന്ന് പറഞ്ഞ മോശയുടെ കൈക്കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരണം വെള്ളമില്ല, വായുവില്ലേലും, സർപ്പം കടിച്ചാലും, വഴി തെറ്റിയാലും ദൈവത്തോടല്ല അവർ പറഞ്ഞുകൊണ്ട്, മോശേ ഞങ്ങൾക്ക് വിശക്കുന്നു, മോശേ ഞങ്ങൾക്ക് വെള്ളമില്ല. അങ്ങനെ ഇരിക്കുന്നവനായ മോശ ഏത് കണ്ണിനെയും കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഈ 40 കൊല്ലവും സസൂക്ഷ്മം നിരീക്ഷിച്ചവനായ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മോശ ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരിക്കൽ കൂടി പെട്ടെന്നുകൊണ്ട് പറഞ്ഞു വരികയാണ്. രാമക്കൽമേട് കാണാൻ പോയ ആ പുരോഹിതനും ഒരു പാട്ടുകാരത്തി ഒഴികെ ബാക്കി എല്ലാവരും മേട് കണ്ടു. അവർ വണ്ടിയിൽ ടൂറിസ്റ്റ് വണ്ടിയെ കിടന്ന് വിശ്രമിച്ചു. പെണ്ണിനോട് നാട്ടുകാരാരാണ്ട് ചോദിച്ചു, നിനക്ക് ഇടവക്കാരാണ്ട് ചോദിച്ചെന്ന് പറഞ്ഞുള്ള അറിവാ. പരാതിയില്ലെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, അവൾ മോശക്കാരിക്കാന്നോട് പറഞ്ഞ മറുപടി, വർക്ക് നന്നായിരുന്നോണ്ട് എനിക്ക് പരാതിയില്ല. അവൾ നിന്നാണ് അൻപുടയോനെ നിൻ വാതിൽ എന്നുള്ള പാട്ട് ചൊല്ലുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ വഴി തെറ്റിച്ചത് ആരാണ്? ആട്ടിൻപറ്റത്തെ വഴി തെറ്റിക്കുന്ന ആരാണ്? അപ്പൊ ഒരു പുരോഹിതന് ചെയ്തെങ്കിൽ, ഒരു മേൽപ്പട്ടക്കാരന് ചെയ്യുന്നെങ്കിൽ ഇനി ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് ഒരു നിത്യപുരോഹിതനെ അയച്ചു തന്നിട്ട് ആ പുരോഹിതൻ ഇവിടെ ഉണ്ട്. ആ പുരോഹിതനെ നിങ്ങൾ ഒന്നിലും തൊടിയിക്കാതെ, പുരോഹിതനോട് ആലോചന ചോദിക്കാതെ നിങ്ങളുടെ തന്നിഷ്ടം ചെയ്യുന്നെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയുന്നത്, ഏറെ നാൾ സ്വർഗം നിങ്ങളോട് പൊറുക്കുകയില്ല. ഒരു നിസാര തെറ്റ് ചെയ്തതിന് 23,000 ഒറ്റ ദിവസം വെട്ടി വീഴ്ത്തിയവരായ സ്വർഗത്തിലെ ദൈവം
സോദോമിനെയും ഗോമറായെയും തീയും ഗന്ധമുറക്കി കത്തിച്ചവനായ ദൈവം, ബാബേൽ കോട്ടയെ സാക്ഷബന്ധിപ്പിച്ചവനായ ദൈവം, മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടവനായ ദൈവം, മലങ്കര സഭയെ, ഓർത്തഡോക്സ് സഭയെ, സൊറിയാനി സഭയെ നിങ്ങളോട് ഇത് അധികം നാൾ പൊറുക്കുകയില്ല എൻ്റെ ദൈവം എന്ന് ഞാൻ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ വേദനയോടാണ് സഹോദരങ്ങളെ പറയുന്നത്, പരിഹസിക്കാനല്ല. ഇങ്ങനെയുള്ള മെത്രാന്മാരെ തെരുവിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇവരുടെ മേൽ എന്തെങ്കിലും നടപടി ദൈവത്തിന് കഴിയുമോ? സാത്താന് കഴിയുമോ? ആർക്ക് കഴിയും? അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇത് കണ്ടിട്ടും മനം തിരിയുന്നില്ല എങ്കിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നിന്നെ എല്ലാം വെട്ടിപ്പുറത്തുന്ന ഒരു സമയം വന്നിരിക്കുന്നു. കോടതി വിധി എന്ന് പറഞ്ഞ് നടക്കരുത്. ഒരപ്രയനല്ല, പല അപ്രയന്മാർ ഇനി ഇവിടെ എഴുന്നേക്കും. ഇതിനെയൊക്കെ ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത്, സാത്താനല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശത്രുവിന്റെ കയ്യിൽ വടി കൊടുത്ത് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് ദേവലോകം ദൈവലോകമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. ഓരോ മെത്രാന്മാരും കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളെ കുമ്പസാരിപ്പിക്കുകയല്ല, നിങ്ങൾ കുമ്പസാരിക്കണം. അത് ഒരു പുരോഹിതന്റെ മുമ്പിലല്ല, ഒരു മെത്രാന്റെ മുമ്പിലല്ല, യേശു എന്ന മഹാപുരോഹിതന്റെ മുമ്പാകെ കുമ്പസാരിക്കണം. നിന്റെയൊക്കെ മുടിഞ്ഞ കസേരയിലിരിപ്പ്, മധുവായിലെ കസേരയിലിരിപ്പ് നിർത്തണം. ആവശ്യമില്ലാത്ത വേഷഭൂഷാദികൾ നിർത്തിയ ഒരുപാട് രോഗം മാറിക്കിട്ടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വീണ്ടും ആവശ്യപ്പെടുന്നു, ഇവർക്കൊരു പരിവർത്തനം വരാൻ വേണ്ടി എന്നെ കേൾക്കുന്നവരെ പ്രാർത്ഥിക്കണമേ. ഇതിൽ വേദനിക്കും. ഈ സഭ മുന്നോട്ട് പോകുന്ന 1-2 കാര്യം കൊണ്ടാ പോകുന്നത്. 1-2 ഹുക്കയിൽ ഞാൻ കിടക്കുകയാണ്. ഒന്ന് പരിമല തിരുമേനിയുടെ മധ്യസ്ഥത, മാതാവിന്റെ മധ്യസ്ഥത, ഭാഗ്യവാനായ തോമസ് അപ്പോസ്തലന്റെ മധ്യസ്ഥത. ഇതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സഭയെ ഞാൻ അറിയാതെ പറഞ്ഞു വന്ന ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. അവരും ക്ഷമയറ്റിരിക്കുന്നു. ദൈവം ഇടപെടും, അതിന് യാതൊരു സംശയമില്ല. അതിനു മുമ്പ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നിക്കോദിമോസിന് ഒന്നല്ല വേണേ 2 കല്യാണം കഴിക്കാൻ നാളത്തെ സിനഡിൽ അനുവാദം കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.